എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുരിങ്ങയില കൊണ്ട് മുളകൂശ്യവും മുരിങ്ങയില കൊണ്ട് തന്നെ ഒരു തോരനും. ആദ്യം നമുക്ക് മുളകൂശ്യം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം കുറച്ച് മുരിങ്ങയില എടുക്കാം. മൂക്കാത്ത മുരിങ്ങയിലയാണ് നല്ലത്. ഇനി നമുക്ക് 1/2 കപ്പ് പരിപ്പ് അതൊരു മൺചട്ടിയിലേക്ക് കഴുകിയിടാം. അതിനുശേഷം അത് വേകുവാൻ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് നാളികേരം, 1/4 ടീസ്പൂൺ ജീരകം. ഇത് നന്നായി അരച്ചെടുക്കാം. ഇവിടെ നമ്മുടെ പരിപ്പ് പാകത്തിന് വെന്തു. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന മുരിങ്ങയില കൂടി ഇട്ട് ഇതുപോലെ വേവിച്ചെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഒന്നുകൂടെ തിളപ്പിക്കാം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ചു വരണം. ഇപ്പോൾ നമ്മുടെ മുളകൂശ്യം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തിടാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് വറ്റൽമുളക് കൂടെ ചേർക്കാം. ഇത് നമ്മുടെ മുളകൂശ്യത്തിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മുളകൂശ്യം റെഡിയായി. ഇനി നമുക്ക് മുരിങ്ങയില തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. മുരിങ്ങയില ആവശ്യത്തിന് എടുക്കാം. അത് കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനുശേഷം കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകിടാം. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയില ഇതിലേക്ക് ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പുണ്ടാക്കണം. അതിനായി 1 കപ്പ് നാളികേരം, ആവശ്യത്തിന് കറിവേപ്പില, 2 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഇത് നമ്മുടെ മുരിങ്ങയിലെ തോരനിലേക്ക് നമുക്കിതിടാം. ജാറ് കഴുകി ആ കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിക്കാം. ഈ ഒരു വെള്ളം മാത്രമേ നമ്മൾ ഈ തോരന് ചേർക്കുന്നുള്ളൂ. ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. നമ്മുടെ തോരൻ റെഡിയായി വന്നു. നമ്മുടെ തോരനും നമ്മുടെ മുളകൂശ്യവും റെഡിയായി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.